എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ്. നല്ല ടേസ്റ്റോടുകൂടെ വീട്ടിൽ എങ്ങനെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ പാസ്ത എടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 200 ഗ്രാമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ 80-85% മാത്രമേ പാസ്ത വെന്ത് കിട്ടാവൂ. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ. ഒരു 10 മിനിറ്റോളം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. തീ മീഡിയത്തിലിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. പാസ്ത ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നിങ്ങളെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ വേവ് എങ്ങനെ ആയിരിക്കണമെന്ന് ഉണ്ടോ. ഈ രീതിയിലായിരിക്കണം ഇത് വെന്ത് കിട്ടുന്നത്. പാസ്തയെല്ലാം ഞാൻ ഒരു കിഴുത്തത്തവിയിലോട്ട് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പൈപ്പിൻ്റെ ചോട്ടിൽ പിടിച്ച് കുറേ വെള്ളം തുറന്ന് വിടണം കേട്ടോ. കാരണം ഇത് ചൂടോടുകൂടി ഇരുന്നാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇതിൻ്റെ ചൂടെല്ലാം പച്ചവെള്ളം ഒഴിച്ച് കളഞ്ഞെടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കുക. എന്നിട്ട് ഈ വെള്ളവും നിങ്ങൾ കളയരുത്. ഇപ്പോൾ ഈ പാസ്ത തിളപ്പിച്ച വെള്ളം അതും അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കോണാണ് കേട്ടോ. ഇപ്പോൾ ഫ്രോസൺ കോണാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒത്തിരി വലുതായിട്ട് അരിഞ്ഞെടുക്കരുത്. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. അതുപോലെ ഒരു സ്പ്രിംഗ് ഒണിയനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണേൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പം ഇതിലോട്ട് നമുക്ക് സവാള അങ്ങ് ഇട്ട് കൊടുക്കാം. സവാള കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ക്യാപ്സിക്കവും കോണും ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല രീതിയിൽ സോഫ്റ്റായി വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചിക്കൻ ഇച്ചിരി കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ഇട്ട് വേവിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മഷ്റൂം ഇതിലോട്ട് വേവിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതാണ് നമുക്ക് താല്പര്യം അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ നല്ല രീതിയിൽ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന നല്ല കട്ടിക്കുള്ള ബട്ടർ ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. ഉരുക്കിയ ബട്ടർ ആകുമ്പോഴാണ് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത്. ബട്ടർ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര സ്പൂൺ ബട്ടറാണ് എടുക്കുന്നത് അത്രയും സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 സ്പൂണിന് 4 സ്പൂൺ മൈദ എന്ന അളവാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് നല്ലൊരു മണമൊക്കെ വരും. ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് അത് നിങ്ങളെടുത്ത് മാറ്റി വെക്കുക. ഇത് കണ്ട കളറൊക്കെ മാറി നല്ല രീതിയിൽ ഇത് ആയി വന്നിട്ടുണ്ട്. കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ഉടച്ചിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. മൈദ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ലതായിട്ട് അത് കുറുകി വരും കേട്ടോ. കുറുകി വരുന്നതനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഞാൻ 3 ട്രിപ്പായിട്ടാണ് പാലൊഴിച്ച് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നല്ലതായിട്ട് ഇളക്കി ഇതിൻ്റെ കട്ടകൾ ഉടച്ച് തന്നെ ഇതിനെ ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് എല്ലാ പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ കട്ടകളൊക്കെ ഉടച്ച് ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഇതൊരു ലൂസായിട്ടുള്ളൊരു ക്രീമിൻ്റെ പരുവം ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കുന്ന സമയത്ത് എരിവ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവ് കൂടി പോകരുത്. എരിവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില്ലി ഫ്ലെക്സിന്
ഭയങ്കര എരിവായിരിക്കും. അപ്പം എരിവ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ 3/4 ടീസ്പൂൺ ഒറിഗാനോ ആണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തവിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒത്തിരി ലൂസായിട്ട് ഒഴുകി പോകരുത്, എന്നാൽ ഭയങ്കര തിക്കായിട്ട് തവിയിൽ ഇങ്ങനെ ഇരിക്കരുത്. ലൂസുമല്ല അധികം തിക്കുമല്ല, ഈ ഒരു പരുവം ഇങ്ങനെ വേണം ഇതായി കിട്ടാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മളിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ, പാസ്തയും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി. നമ്മൾ നേരത്തെ പാസ്ത വേവിച്ച് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, വെള്ളം കുറേശ്ശായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇതിനെ ലൂസാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രമാത്രം ലൂസ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ലൂസ് ആക്കി എടുക്കാവുന്നതാണ്. കാരണം ഇത് കുറച്ച് ലൂസിലിരിക്കണം, കാരണം ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേയും കൂടി അങ്ങ് തിക്കായി പോകും കേട്ടോ. പാസ്ത വേവിച്ചെടുത്ത വെള്ളം നിങ്ങൾ കളഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനിതിലെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് മൊസറല്ല ചീസാണ്. ഇതൊരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മൊസറല്ല ചീസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കിയെടുക്കുക. കാരണം ഈ പാസ്ത നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കിടക്കുമ്പോൾ തന്നെ മസാല ചീസ് നല്ലതായിട്ട് അങ്ങ് മെൽറ്റായി വന്നോളൂ. അങ്ങനെ നമ്മുടെ ചീസി പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ചൂടോടുകൂടി തന്നെ കഴിക്കുക കേട്ടോ. എന്നിട്ടാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി ഇത്രയും നിങ്ങൾ തിക്കായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തണുത്ത് കഴിയുമ്പോൾ കുറേ തിക്കായി പോകും. അന്നേരം ആ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ലൂസാക്കി എടുക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ ലൂസാക്കി എടുക്കുക. അതല്ല ഇതുപോലെ പെരണ്ടിരിക്കുന്ന ഒരു പരുവാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.